ഹായ്, ഇന്ന് നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ രണ്ടാം പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. നിലവിലെ സാഹചര്യവും വിവാദങ്ങളും. ആദ്യത്തെ സെക്ഷനിൽ ഞാൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം. ക്ലാസ് എപ്പോഴും PSC ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം എടുക്കുക. അതിനെ വേറൊരു വിവാദ തലത്തിലേക്കൊന്നും കാണരുത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉയരം എത്രയാണ്? 176 അടിയാണ്. എത്രയാണ്? 176 അടി. അതുപോലെ തന്നെ നീളം 1200 അടി. മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഉയരം എത്രയാണ്? 176 അടിയും നീളം 1200 അടിയും ആണ്. ഇനി പറയാനുള്ളത്, ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ 5 ജില്ലകളിലാണ്. ഏതൊക്കെയാണ് ആ ജില്ലകളെന്ന് പറയുന്നത്? തേനി, മധുര, ഡിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം. ഇങ്ങനെ 5 ജില്ലകൾക്കാണ് കൂടുതലായിട്ടും പ്രയോജനം ലഭിക്കുന്നത്. പിന്നെ ഈ അണക്കെട്ടിൻ്റെ തരം എന്ന് പറയുന്നത് ഇതൊരു ഗ്രാവിറ്റി ഡാം അല്ലെങ്കിൽ അതൊരു നിർമ്മിത ശില അണക്കെട്ട് ആണ്. ഓർത്തിരിക്കാം, മലയാളം ഓർത്തിരിക്കാൻ പാടാണെങ്കിൽ സെപ്പറേറ്റ് എഴുതി തന്നെ പഠിക്കാം. നിർമ്മിത ശില അണക്കെട്ടെന്ന് എഴുതി തന്നെ പഠിക്കുക. നമ്മളെല്ലാവരും ഒരേ ഓർമ്മശക്തി ഉള്ളവരൊന്നും അല്ല. അങ്ങനെയാണ് ഉള്ളവർ പോലും ഇങ്ങനെ എഴുതിയും പറഞ്ഞും ഒക്കെ പഠിച്ചാണ് PSC നേടുന്നത്. നമുക്കും അതിനെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിക്കുക. അപ്പം അതിൻ്റെ വിഷയത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല. അപ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബേസിക് ഫാക്ട്സ് ഒക്കെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി പറയാനുള്ളത്, മുല്ലപ്പെരിയാറിൻ്റെ പരമാവധി സംഭരണശേഷി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 142 അടിയായിട്ട് നിജപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ വേണമെന്ന് നിജപ്പെടുത്താനാണ് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തേണ്ടത് ആരുടെ ഇതിലാണ്? തമിഴ്നാട് സർക്കാരാണ് നടത്തേണ്ടതെങ്കിലും ഡാം ഇരിക്കുന്നത് കേരള സംസ്ഥാനത്ത് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ടൊരു 5 അംഗ സമിതിയെ സുപ്രീം കോടതി നിയോഗിച്ചിരുന്നു. അതിൻ്റെ തലവൻ ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് AS ആനന്ദാണ്. ഇനി കേരളം മുന്നോട്ട് വെച്ച പ്രമേയം നിർദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ചോദിക്കും, ഉറപ്പാണ്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം. തമിഴ്നാടിന് വെള്ളവും വേണം, കേരളത്തിന് സുരക്ഷയും വേണം. അവരുടെ കൃഷിക്കും കാര്യങ്ങൾക്കും ഒന്നും സംഭവിക്കരുത്, നമ്മുടെ ജീവനും ഒന്നും സംഭവിക്കരുത്. ഇതെല്ലാം വെച്ച് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ബൈ.